ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നലെ നമ്മൾ കുറച്ച് ലെവൽസ് മാർക്കറ്റിൽ പ്രൊവൈഡ് ചെയ്തായിരുന്നു. അപ്പോൾ ആ ലെവൽസിൽ മാർക്കറ്റ് എങ്ങനെയാണ് റിയാക്ട് ചെയ്തത്, ആ ലെവൽസിനെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തോ ഇല്ലയോ എന്ന് നമ്മൾ ചെക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ നാളത്തേക്കുള്ള ഇമ്പോർട്ടൻറ്റ് ലെവൽസും കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇന്ന് നമ്മൾ മാർക്കറ്റിനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു സൈഡ് വേസ് മാർക്കറ്റായിരുന്നു. എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സെല്ലേഴ്സിന് നല്ല രീതിയിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റിയൊരു മാർക്കറ്റ് കണ്ടീഷനായിരുന്നു ഇന്ന് മാർക്കറ്റ് നമുക്ക് കാണിച്ചു തന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ടൈം വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ഒരു കാര്യം, നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മോസ്റ്റ്ലി അവിടെ ഇൻഡിക്കേറ്റേഴ്സാണ് നമ്മൾ സെല്ല് ചെയ്യുന്നത്. താല്പര്യമുള്ള ആൾക്കാർക്ക് അത് ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യാം. താല്പര്യമുള്ള ആൾക്കാർ മാത്രം അത് പർച്ചേസ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, ജസ്റ്റ് ജോയിൻ ചെയ്യുക. അവിടെ നമ്മൾ യൂട്യൂബിൽ പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും, നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിലായിരിക്കും അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ടൈം വേസ്റ്റ് ചെയ്യാതെ ഇന്ന് എന്താണ് മാർക്കറ്റിൽ നടന്നത് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ മോസ്റ്റ്ലി 3 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ് മാർക്കറ്റ് അനലൈസ് ചെയ്യുന്നത്. ഇന്ന് പറയാൻ പറ്റിയ രീതിയിൽ ഒന്നും മാർക്കറ്റിൽ നടന്നിട്ടില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാൻഡിൽസും കാണാൻ നമുക്ക് സാധിച്ചില്ല. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് ഈ ഒരു ലെവലിലോട്ടൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഒരു ഷാർപ്പായിട്ട് ഡൗൺ സൈഡിലോട്ടുള്ളൊരു മൂവ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തു. പക്ഷേ മാർക്കറ്റ് അങ്ങനെ ഒരു രീതിയിലുള്ളൊരു മൂവോ ആ ഒരു ലെവലിലോട്ട് എത്തുന്നതായിട്ടോ നമ്മൾ കണ്ടില്ല. അതേപോലെ അടുത്ത നമ്മൾ പ്രതീക്ഷിച്ചത് ഈ ഒരു ലെവലിലെ താഴെ മാർക്കറ്റിന് 22,858 എന്ന് പറഞ്ഞ ലെവലിൻ്റെ താഴെ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചത് മാർക്കറ്റ് ഫർദർ ഡൗൺ സൈഡിലോട്ട് വരുമെന്നായിരുന്നു. പക്ഷേ അതും നമുക്ക് ഇന്ന് മാർക്കറ്റിൽ കാണാനായിട്ട് പറ്റിയില്ല. മോസ്റ്റ്ലി ഞാൻ നേരത്തെ പറഞ്ഞത് കണക്ക് തന്നെ ഇന്നൊരു സെല്ലേഴ്സ് ഡേ ആയിരുന്നു. മോസ്റ്റ്ലി ഓപ്ഷൻ സെല്ല് ചെയ്യുന്ന ആൾക്കാർ നല്ല രീതിയിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഓപ്ഷൻ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹ്യൂജ് ക്യാപിറ്റൽ കയ്യിൽ വേണം. ഓപ്ഷൻ ബൈയിങ്ങിന് നമുക്ക് അങ്ങനെ വേണ്ട, വളരെ കുറച്ച് ക്യാപിറ്റൽ മതി. അപ്പോൾ ഇതായിരുന്നു ഇന്ന് മാർക്കറ്റിൽ നടന്നത്. നമ്മൾ ഈ പറഞ്ഞ ലെവലിൻ്റെ താഴെ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞില്ല. മാർക്കറ്റ് ഫർദർ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ മാർക്കറ്റ് ഫോം ചെയ്ത് അതിൻ്റെ ഉള്ളിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, നാളത്തേക്കുള്ള ഇമ്പോർട്ടൻറ്റ് ലെവൽസിലും കാര്യങ്ങളിലേക്കും നമുക്ക് പോകാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മൾ നാളെ മാർക്കറ്റിൽ നോക്കാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ്. കുറച്ച് അധികം ലെവൽസ് ഞാൻ പറയുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സൈഡ് വേസ് മൂഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇന്ത്യ വിക്സ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇന്ത്യ വിക്സ് നല്ല വോളറ്റൈലായിട്ട് കാണിക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഏതെങ്കിലും ഒരു ഡയറക്ഷനിലോട്ട് നല്ല രീതിയിലേക്ക് മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ആ ഡയറക്ഷനിലോട്ടുള്ള ട്രേഡുകൾ നമുക്ക് പഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ലെവൽസ് പറഞ്ഞു തരാം. ഫസ്റ്റ് ലെവലായിട്ട് നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്ന ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെവലാണ് 22,950. അണ്ടിൽ ആൻഡ് അൺലെസ് മാർക്കറ്റ് ഈ ഒരു ലെവലിന് മുകളിൽ മാർക്കറ്റിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, ഒരിക്കൽ കൂടി പറയുന്നതാണ്, ജസ്റ്റ് ഫേക്ക് ഔട്ട് തരുന്നതല്ല, സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മാർക്കറ്റ് ഫർദർ ഈ ഒരു ലെവലിലോട്ട് എത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23,051 എന്ന് പറഞ്ഞൊരു ലെവലാണ്. ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നൊരു റൗണ്ട് നമ്പറായിട്ട് നമ്മൾ കാണേണ്ട ഒരു ലെവലായിരുന്നു 23,000. അപ്പോൾ ആ ഒരു ലെവലും കൂടി എത്തുന്ന ടൈമിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാർക്കറ്റിലൊന്ന് ജസ്റ്റ് ഒന്ന് ആക്റ്റീവായിട്ട് നോക്കുക. 23,000-ൽ നിന്ന് എന്തെങ്കിലും സെല്ലിംഗ് പ്രഷറോ കാണിക്കുന്നോ ഇല്ല. 23,000-ന് മുകളിൽ മാർക്കറ്റിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നെങ്കിൽ വളരെ ഈസിയായിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യും, ഈ ഒരു ലെവലായിട്ടുള്ള 23,052 എന്ന് പറഞ്ഞ ലെവലിലോട്ട് വളരെ ഈസിയായിട്ട് മാർക്കറ്റ് എത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ്, മാർക്കറ്റ് ഈ ഒരു ലെവലാണ് ഇനി ബ്രേക്ക് ചെയ്യാൻ പോകുന്നത്. ആ ഒരു ലെവലെന്ന് പറഞ്ഞാൽ 22,870 എന്ന് പറഞ്ഞ ലെവലാണ്. ഇപ്പോൾ മാർക്കറ്റ് ആ ഒരു ലെവലിൻ്റെ താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം കാണാൻ പറ്റുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഒരു ഹയർ ടൈം ഫ്രെയിമിൽ നോക്കുന്ന സമയത്ത് നമുക്കൊരു ഈക്വൽ ലോസ് ഈ ഒരു ഏരിയയിലും ഈക്വൽ ലോ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ലെവലിൽ നിന്ന് നോക്കുന്ന ടൈമിൽ നമുക്കൊരു ഈക്വൽ ലോസുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന കാര്യമാണ്, ഈക്വൽ ലോയുടെ അടിയിലെന്ന് പറഞ്ഞാൽ ലിക്വിഡിറ്റി ഉണ്ട്. അപ്പോൾ ഈ ഒരു ലെവലിലോട്ട് മാർക്കറ്റ് എത്തിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഫർദർ ഈക്വൽ ലോയിലോട്ടായിരിക്കും മാർക്കറ്റ് വരാനായിട്ട് ശ്രമിക്കുന്നത്. ഈ ഒരു ഈക്വൽ ലോയിൻ്റെ താഴെ രണ്ട് കാര്യങ്ങൾ സംഭവിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ലോയുടെ താഴെ മാർക്കറ്റിന് വന്നതിന് ശേഷം ലിക്വിഡിറ്റിയെ ടേക്ക് ചെയ്തുകൊണ്ട് മാർക്കറ്റിന് ഫർദർ അപ്സൈഡിലോട്ട് പോകാം. അല്ലെങ്കിൽ ഈക്വൽ ലോയുടെ താഴെ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു ലെവലിലോട്ട് എത്തുന്നതായിട്ട് കാണാൻ പറ്റും. ആ ഒരു ലെവലെന്ന് പറഞ്ഞാൽ 22,773 എന്ന് പറഞ്ഞ ലെവലാണ്. അപ്പോൾ 22,773-യുടെ താഴെയും കൂടി മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഫർദറായിട്ട്
22,725 എന്ന് പറഞ്ഞ ലെവലിലോട്ടെത്തും. 22,725 താഴെയും കൂടി മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഫെർദർ ഡൗൺ സൈഡിലോട്ട് മാർക്കറ്റ് വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നാളത്തേക്കുള്ള അനാലിസിസ് വീഡിയോ. വളരെ സിമ്പിളാണ്. ഞാൻ ഒന്നും കൂടി നല്ല ലെവൽസ് കറക്റ്റായിട്ട് പറഞ്ഞു തരാം. ഏറ്റവും അപ്പർ മോസ്റ്റ് ലെവൽ 22,051, മാർക്ക് ചെയ്യാത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ് 23,000. അതിന് താഴെയുള്ള 22,948 എന്ന് പറഞ്ഞ ലെവൽ. അതിന് താഴെയുള്ള ലെവലാണ് 22,870 എന്ന് പറഞ്ഞ ലെവൽ. അതിന് താഴെയുള്ള മെയിൻ ലെവലാണ് 22,813 എന്ന് പറഞ്ഞ ലെവൽ. അതിന് താഴെ 22,775. അപ്പോൾ ഈ 2 ലെവലിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് നിൽക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്താണ് മാർക്കറ്റ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുക. ഡൗൺ സൈഡിലോട്ട് ട്രേഡ് എടുത്ത ആൾക്കാർ ജസ്റ്റ് ഈ ഒരു ഏരിയയിൽ ജസ്റ്റ് മാർക്കറ്റ് വാച്ച് ചെയ്യുക. എക്സിറ്റ് ചെയ്യണോ ഹോൾഡ് ചെയ്യണോ എന്നുള്ള കാര്യങ്ങൾ ചിന്തിച്ചിരിക്കുക. അതേപോലെ ഈ ഒരു ലെവലിൻ്റെ താഴെയും കൂടി മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ 22,773 എന്ന് പറഞ്ഞ ലെവലിലും കൂടി സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഫർദർ ഈ ഒരു ലെവലിലോട്ടും ഈ ഒരു ലെവലിൻ്റെ താഴെ ഈ ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ 22,725 എന്ന് പറഞ്ഞ ലെവൽ, ആ ഒരു ലെവലിൻ്റെ താഴെയും കൂടി മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഫർദർ മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നാളത്തേക്കുള്ള അനാലിസിസ് വീഡിയോ. അപ്പോൾ ഇത്രയും വരെ കണ്ടിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാമിൽ എൻ്റെ പേഴ്സണൽ ID ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് എനിക്ക് വന്നിട്ട് മെസ്സേജ് അയയ്ക്കുക. ഞാൻ മാർക്കറ്റ് ടൈമിൽ ആക്റ്റീവ് ആയിരിക്കും. ഒരിക്കലും എന്നോട് ഏത് CE എടുക്കണം ഏത് PE എടുക്കണം എന്ന് എന്നോട് ചോദിക്കരുത്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ മാർക്കറ്റിൻ്റെ ബയാസ് എന്താണ്, മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ എന്താണ് എന്നൊക്കെ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് ജസ്റ്റ് ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.